ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പവർ ബാങ്ക് ആണ്. നിങ്ങളൊരു ആപ്പിൾ വാച്ചും അതുപോലെ തന്നെ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ പവർ ബാങ്ക് ഭയങ്കര ആവശ്യമായിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രോമേറ്റിൻ്റെ ഒരു പവർ ബാങ്ക് ആണ്. നമുക്കിത് ആപ്പിൾ വാച്ചിന് ഉപയോഗിക്കാം, ഐഫോൺസിന് ഉപയോഗിക്കാം, നിങ്ങളുടെ എയർപോഡ്സിന് ഉപയോഗിക്കാം, മൾട്ടി സാധനം ഉപയോഗിക്കാം. ഭയങ്കര ചെറിയ സ്ലിം പരിപാടി സാധനമാണ്. അതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആണ്. 35 വാട്ടിൻ്റെ PD ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 mAh പവർ എന്താ പറയുക ബാക്കപ്പാണ് വരുന്നത്. 35 വാട്ടിൻ്റെ പവർ ഡെലിവറി വരുന്നുണ്ട്. നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ വയേഴ്സ് ഉണ്ട്. നമുക്ക് വയർ ഓൾറെഡി ഇൻബിൽഡായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് ഒന്നും കളഞ്ഞു പോകുന്നില്ല. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ട്രാൻസ്പാരൻ്റ് ആണ്. ഇവർ തന്നെ പറയുന്നുണ്ട് iPhone 15 above ഉള്ളതിനെ അവർക്ക് റെക്കമെൻഡ് തന്നെ ചെയ്യുന്നത്. എല്ലാത്തിനും ഉപയോഗിക്കാം. 35 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. നിങ്ങൾക്കായിരിക്കും iPhone 15 ആയാലും 16 ആയാലും 14 ആയാലും 13 ആയാലും 20 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുള്ളൂ. വേറെ കാര്യം. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഉണ്ട്. നമുക്കിത് 4-in-1 ആയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ഞാൻ വാങ്ങിച്ചാണ്. ഇതിന് 14,000 രൂപ വിലയുണ്ട്. ആമസോണിലൊക്കെ വില വേണം. പക്ഷേ ഇപ്പോൾ ബെസ്റ്റ് ഡീൽ പ്രൈസ് 2,999 നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കിടിലൻ ഡീലാണ് സാധനം. ഞാൻ സത്യം പറയാലോ. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ കണ്ട നമ്മുടെ ആപ്പിളും അതുപോലെ തന്നെ സാംസങ്ങും ഇപ്പോഴത്തെ ഫോൺ ഇറങ്ങുന്ന പാക്കേജിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. ഫോണിൻ്റെ പാക്കേജിങ് പോലും ഇപ്പോൾ ഒന്നുമില്ല, അൺബോക്സ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇവരുടെ പാക്കേജിങ് കണ്ടു, നല്ല ക്വാളിറ്റി സാധനം. 2 കൊല്ലം വാറണ്ടി ഒക്കെ ഉണ്ട്. കണ്ടു, 2 year വാറണ്ടി വരുന്നുണ്ട്. MFI സർട്ടിഫൈഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അഡാപ്റ്റീവ് ഫാസ്റ്റ് ചാർജിങ്ങും പോർട്ടബിൾ ആണ്, ഹാൻഡ് ഹെൽഡ് പോർട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊമേറ്റ് ടെക്നോളജീസ് ഒരു സംഭവം ഡീറ്റെയിൽസ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 6,000 രൂപയ്ക്കാണ്, 7,999 രൂപയ്ക്കാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബൈയിങ് പ്രൈസ് ഇപ്പോൾ വരുന്നത് 2,999 രൂപയാണ്. ബെസ്റ്റ് ഡീൽ പ്രൈസ് ആണത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടുപോയി പെട്ടി ഒരു രക്ഷയില്ല. ഞാൻ ആക്ച്വലി 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പറയുന്നത് കേട്ടോ, പ്രൊമോഷൻ സംഭവമൊന്നുമല്ല. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ Ultra 2 ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ ബാങ്ക് ഇല്ലാണ്ട് രക്ഷയുണ്ടാവില്ല. പവർ ബാങ്ക് നമുക്ക് ആപ്പിൾ വാച്ച് സപ്പോർട്ടിനുള്ളത് ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം തന്നെ പറയാം. ഭയങ്കര പോർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സാധനത്തിലുള്ള ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ. ഇതാണ് സാധനം. ഇവിടെ നമുക്ക് ആപ്പിൾ വാച്ച് വയ്ക്കാം. നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററി എത്ര കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് വയേഴ്സ് ഇവിടെ ഒരു ലൈറ്റിംഗ് കേബിൾ, ഒരു Type-C ഉണ്ട്. നമുക്ക് Type-C തന്നെ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഫോക്കസ് ആവും. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ട ഒരു കേട്ടോ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ S23 ആണ്. നമുക്ക് ഏതിൽ വേണമെങ്കിൽ സാധനം കുത്താം. ഇതിങ്ങനെ പിടിച്ചോണ്ടും ചെയ്യാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഞാനിതൊന്ന് ഫാസ്റ്റ് ചാർജിങ് കുത്തി കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ആപ്പിളിൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് കുത്തി കഴിഞ്ഞാൽ ഒന്നും ഇത് കാണിക്കുന്നില്ലല്ലോ, സാംസങ്ങിൽ കാണിക്കും. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചത്. ഞാൻ അത് കുത്തിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ ഇത് കാണിക്കുന്നുണ്ടോ, ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അത് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുമ്പോൾ കാണിക്കുകയും ചെയ്യും. ചാർജ് ചെയ്യുമ്പോഴും അവിടെ കാണിക്കും ഒരു ഇൻഡിക്കേറ്റർ, റെഡ് ലൈറ്റ്, ഒരു ഗ്രീൻ കളർ വരുന്നുണ്ടോ, അത് ഡിസ്ചാർജിങ്ങിൻ്റെ വരുന്നതാണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട്, 96% ആയിട്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും കിടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആപ്പിൾ വാച്ച് വെച്ച് വേണമെങ്കിൽ ചാർജ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ Ultra 2 ഞാൻ ഓൾറെഡി കെട്ടിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫുൾ ചാർജ് ഉണ്ട്. ഇതെൻ്റെ നോർമൽ ആപ്പിൾ വാച്ച് SC ആണ്. അപ്പോൾ ഇത് ഞാൻ വെച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് മാഗ്നറ്റിക്കാണ്. കണ്ടോ, വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഓട്ടോമാറ്റിക് ഓൺ ആയിക്കോളും. ഈ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ, ആപ്പിൾ വാച്ച് ആണെങ്കിൽ. അപ്പോൾ ഇത് വാച്ച് ഓഫാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്ന ചാർജ് തീരെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫോണായി ഇപ്പോൾ ചാർജിങ് നിങ്ങൾക്ക് അറിയിക്കും. ആപ്പിൾ വാച്ച് എല്ലാം ബാറ്ററി അല്ല, നമ്മുടെ പവർ ഓഫ് ആണെങ്കിലും ചാർജിങ് വെച്ചാൽ അപ്പോൾ ഓട്ടോ ഓൺ ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ചാർജിങ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിലെന്തായാലും എനിക്ക് ചാർജ് ഇല്ല എന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ചാർജ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എയർപോഡിനും ഇതിൻ്റെ ലൈറ്റിനിങ് കേബിൾ പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ലൈറ്റിനിങ് കേബിളും വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് നമുക്ക് ലൈറ്റിനിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പറയുമ്പോൾ എൻ്റെ ഈ എയർപോഡ് 2-ൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. എന്നാലും ഇതുണ്ടോ, അപ്പോൾ ഞാൻ കുത്തി കാണിച്ചു തരാം. ഇതാ കുത്തി കണ്ടോ, ഇതാ ഗ്രീൻ ലൈറ്റ് കത്തി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതും ചാർജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആപ്പിൾ ഡിവൈസും സാധനം കൊണ്ട് ഉപയോഗിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ 35 വാട്ട് വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണം, അപ്പോൾ നിങ്ങളൊരു പവർ ബാങ്ക് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അഥവാ പ്രത്യേകിച്ച് നിങ്ങൾ ട്രാവലിംഗ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം വൺ ഓഫ് ദി ബെസ്റ്റ് യൂസ് തന്നെയായിരിക്കും. ഒരു പവർ ബാങ്ക് മതി നമുക്ക് എല്ലാ സാധനത്തിനും വേണ്ടിയിട്ട്. അതും ഇത്രയും ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള സാധനം. ഇപ്പോൾ 10,000 mAh ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനും ഇഷ്യൂ സംഭവമൊന്നുമില്ല. അപ്പോൾ നോക്കാൻ മറക്കണ്ട. ഞാൻ അതിൻ്റെ എന്തായാലും നമ്മുടെ ലിങ്ക് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പാക്കേജിൻ്റെ ഉള്ള എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ വാറണ്ടി കാർഡും ഒരു ചാർജിങ് കേബിളും വരുന്നുണ്ട്.
ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് പ്രൊമേറ്റിൻ്റെ ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി ഒരു സെപ്പറേറ്റ് കേബിളും അവർ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയുള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. വേറെ തന്നെ ഉള്ളൂ. ഒരു റെഡ് പ്ലാസ്റ്റിക്കാണത്, പേപ്പറൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നില്ല. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ ഫോണുണ്ട്. സാംസങ്ങിൻ്റെ ഞാൻ സെക്കൻഡറി ആയിട്ട് സാംസങ് ഫോണും നമ്മുടെ സാംസങ്ങിൻ്റെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പവർ ബാങ്കാണ് ആ സാംസങ്ങിൻ്റെ തന്നെ വാച്ച് ചാർജിങ്ങും ഉള്ളതാണ്. കൂടെ കാണാം. ഇത് പക്ഷേ ഇതിങ്ങനത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് സാംസങ് വാച്ചിന് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സാധനമാണെങ്കിൽ നമുക്ക് ആപ്പിൾ വാച്ചിന് മാത്രമേ ചാർജിങ് പറ്റുള്ളൂ, വേറെ ഒന്നും ചാർജ് ആവില്ല. അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട് ഈ വാച്ചുകൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാധനം നോക്കാൻ മറക്കണ്ട. അന്നത്തെ കിടിലൻ സാധനം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്ത പോയി കണ്ടുവെക്കുക. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ സംഭവം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.